നമ്മളിൽ കുറേ പേര് ബേസിക് ഇംഗ്ലീഷ് സെന്റൻസസ് കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കും. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ പറയരുത്, ഇവിടെ ടു ചേർക്കരുത്, ഇവിടെ ഇത് ചേർക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അയ്യോ എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും അല്ലേ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾ സാധാരണ വരുത്തുന്ന കുറേ മിസ്റ്റേക്സ്, എസ്പെഷ്യലി കോമൻസിലൊക്കെ കുറേ മിസ്റ്റേക്സ് ഞാൻ കാണാറുണ്ട്. ആ മിസ്റ്റേക്സ് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഇത്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും. അപ്പോൾ തുടങ്ങാം. അത് ഞാനൊരു സെൻറ്റൻസ് തരാം, നിങ്ങളത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് പറയൂ കേട്ടോ. ഷീ എൻറ്റേർഡ് ഇൻ ദ പാർക്ക്. അവള് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല അല്ലേ? പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. ഷീ എൻറ്റേർഡ് ദ പാർക്കാണ്. ഷീ എൻറ്റേർഡ് ഇൻ ദ പാർക്ക് വേണ്ട കേട്ടോ. എൻറ്റർ എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് ഇൻ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും ഇത് എപ്പോഴും ഇങ്ങനെയാണോ? എൻറ്റർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്നോ ഇൻറ്റോ അതൊന്നും വേണ്ടേ? അങ്ങനെ പറയാൻ പറ്റില്ല, ചില കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാ അറിയാം ആ കേസ് ഏതാന്ന്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേസ്, പാർക്ക്, കോമ്പൗണ്ട്, ബിൽഡിംഗ്, ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എൻറ്റേർഡ് ഇൻ ടു എന്ന് പറയണ്ട, എൻറ്റേർഡ് എന്ന് മതി. ഷീ എൻറ്റേർഡ് ദ ബിൽഡിംഗ്, ഷീ എൻറ്റേർഡ് ദ പാർക്ക്, അങ്ങനെ മതി. ഇനി എൻറ്റേർഡ് ഇൻ ടു എവിടെ വരിക? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ജോയിൻ ചെയ്യാം, അവിടെ നമ്മൾ എൻറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. പക്ഷെ അവിടെ എൻറ്ററിൻ്റെ കൂടെ ഇൻ ടു വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഷീ എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ ഇപ്പോൾ അവളുടെ പേരും ഉണ്ട്, അതാണ് അർത്ഥം. ഷീ എൻറ്റേർഡ് ഇൻ ടു ദ കോൺട്രാക്ട്. ദേ എൻറ്റേർഡ് ഇൻ ടു ദ ഡിസ്കഷൻസ്. കുറച്ച് ഡിസ്കഷൻസ് നടക്കണ്ടായിരുന്നു, അവർ ആ ഡിസ്കഷനിൽ പങ്കുചേർന്നു, ജോയിൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ദേ എൻറ്റേർഡ് ഇൻ ടു ദ ഡിസ്കഷൻസ്. അപ്പോൾ മനസ്സിലായില്ലേ? ഏതെങ്കിലും ഫിസിക്കലായിട്ടുള്ള സ്പേസ്, ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇൻ ടു അല്ലെങ്കിൽ ഇന്ന് ചേർക്കണ്ട. ഷീ എൻറ്റേർഡ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ ഷീ എൻറ്റേർഡ് ദ പാർക്ക്, അങ്ങനെ മതി. അപ്പം ഇനി അടുത്ത സെൻറ്റൻസ് പറയാം. നിങ്ങൾ എപ്പോഴാണ് ദുബായിലെത്തുക? ദുബായിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ. ഞാൻ ദുബായിലുണ്ട്, നിങ്ങൾ എപ്പോഴെത്തുക? അങ്ങനെ ചോദിക്കണം. അപ്പോൾ അതിനെ സെൻറ്റൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബ്ലാങ്കിൽ കറക്റ്റായ ഉത്തരം ഏതാ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കട്ടോ. വെൻ വിൽ യു അറൈവ് ഡാഷ് ദുബായ്? അതിൽ ഇൻ ആണോ ആറ്റ് ആണോ? അപ്പോൾ വെൻ വിൽ യു അറൈവ് ഇൻ ദുബായ് ആണോ വെൻ വിൽ യു അറൈവ് അറ്റ് ദുബായ് ആണോ? ഇതിലിപ്പോൾ ഞാൻ ഇതിന് ഉത്തരം ഇന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഇല്ലല്ലേ? എന്താ ഇന്നാവുന്നത്, എന്താ അറ്റല്ലാത്തത്, അങ്ങനൊരു പ്രശ്നം വരുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം, ഇത് ഓർത്ത് വെക്കുക. നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങിനകത്താണ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് എപ്പോഴാണ് എത്തുക അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആറ്റാണ് ഉപയോഗിക്കുക. നമ്മൾ ഏതെങ്കിലും സിറ്റിയിലോ കൺട്രിയിലോ ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ സംഭവം പിടികിട്ടിയോ? വി അറൈവ്ഡ് ഡാഷ് ദ സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റേഷനിലെത്തി. എങ്ങനെയാ പറയാ? വി അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. കാരണം സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് അല്ലേ? ആ സമയത്ത് നമ്മൾ ആറ്റാണ് ഉപയോഗിക്കുക. വി അറൈവ്ഡ് അറ്റ് ദ ലൈബ്രറി, ഒരു ബിൽഡിംഗ് അല്ലേ? പക്ഷെ നമ്മൾ സിറ്റിയോ ഒരു കൺട്രിയോ, ഇപ്പോൾ ദുബായ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതോ ഉപയോഗിക്കുക? ഇൻ. വി അറൈവ്ഡ് ഇൻ ദുബായ് ആണ്, അറ്റ് ദുബായ് അല്ല. അപ്പോൾ ദുബായ് മാത്രമല്ല, കൊച്ചി ആണെങ്കിലും വി അറൈവ്ഡ് ഇൻ കൊച്ചി, അറ്റ് കൊച്ചി അല്ല കേട്ടോ. വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ഇൻ കൊച്ചി. കൊച്ചിയിലെ എയർപോർട്ടിൽ നമ്മൾ എത്തി എന്ന് പറയാം. അപ്പോൾ എയർപോർട്ട് ഒരു ബിൽഡിംഗ് അല്ലേ? വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് ഇൻ കൊച്ചി. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു തീർപ്പിൽ എത്തിച്ചേർന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വി അറൈവ്ഡ് അറ്റ് എ കൺക്ലൂഷൻ, അവിടെ നമ്മൾ അറ്റ് ആണ് ഉപയോഗിക്കുക കേട്ടോ, ഇന്നല്ല ഉപയോഗിക്കുക. വി അറൈവ്ഡ് അറ്റ് എ കൺക്ലൂഷൻ. അപ്പോൾ ഈ ഇന്നും അറ്റും ഇനി മാറിപ്പോയില്ലല്ലോ. സിറ്റിയും കൺട്രി ആണെങ്കിൽ ഇന്ന്, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അറ്റ്, പിന്നെ കൺക്ലൂഷൻ പോലത്തെ സംഭവമാണെങ്കിൽ അറ്റ്. ഓക്കെ. അടുത്ത പ്രധാന മിസ്റ്റേക്ക് ആണ്, നമ്മളൊരു എഗ്രിമെൻറ്റിലെത്തി. അപ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടില്ലേ വി റീച്ച്ഡ് ടു ആൻ എഗ്രിമെൻറ്റ്. അത് ടു ആവശ്യമില്ല അവിടെ. വി റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ്, അവിടെ ടു വേണ്ട കേട്ടോ. അപ്പോൾ റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് എന്നുള്ള സംഭവം ഒന്ന് ഓർത്ത് വെക്കുക. വി റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ്. അതിനിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് എത്തുകയാണെങ്കിലോ വി റീച്ച് ടു ദ ബസ് സ്റ്റാൻഡ് എന്ന് പറയണോ? വേണ്ട, അവിടെയും ടു വേണ്ട. റീച്ച്ഡിൻ്റെ കൂടെ ആ സ്ഥലം മാത്രം മതി, പ്രപ്പോസിഷൻ വേണ്ട. വി റീച്ച്ഡ് ദ ബസ് സ്റ്റാൻഡ്, വി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, വി റീച്ച് ദ തിയേറ്റർ. അപ്പം ടു വേണ്ട കേട്ടോ അവിടെ. അടുത്തത് ലെറ്റ്സ് ഡിസ്കസ് ഡാഷ് ദ ആൻസേഴ്സ്. ഇതിന് ഉത്തരം പറയോ? പലർക്കും ഒരു ടെൻഡൻസി അവിടെ അബൌട്ട് ഇടാൻ അല്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ കുറിച്ച് എന്ന് പറയുമ്പോൾ അബൌട്ട് അല്ലേ വരിക? അപ്പോൾ അവിടെ അബൌട്ട് വേണ്ടതെന്നൊരു സംശയം വരും. ഈ ഡിസ്കസ് അബൌട്ട് എന്ന് പറയുന്ന സംഭവം തെറ്റാണ്. ഡിസ്കസ് കഴിഞ്ഞിട്ട് അബൌട്ട് വേണ്ട കേട്ടോ, ഒരു കേസിലും വേണ്ട. ലെറ്റ്സ് ഡിസ്കസ് ദ ആൻസേഴ്സ്, അത് മതി. ലെറ്റ്സ് ഡിസ്കസ് ദ ആൻസേഴ്സ്. ഈ ഡിസ്കസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ടോക്ക് അബൌട്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അതിൽ തന്നെ ഒരു കുറിച്ചുണ്ട്, വീണ്ടും ഒരു കുറിച്ചിടണ്ട. ലെറ്റ്സ് ഡിസ്കസ് ദ ആൻസേഴ്സ് കേട്ടോ. ആൻസേഴ്സ് മാത്രമല്ല, എന്ത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും അബൌട്ട് വേണ്ട കേട്ടോ.
ഇതുമാതിരി തന്നെ വേറൊരു മിസ്റ്റേക്കാണ്. ഹാവ് യു കോൺടാക്റ്റഡ് വിത്ത് ദ എയർലൈൻ? നിങ്ങൾ എയർലൈനായിട്ട് ബന്ധപ്പെട്ടോ? ഹാവ് യു കോൺടാക്റ്റഡ് വിത്ത് ദ എയർലൈൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെയാ വിത്ത്, അത് വേണ്ട. ഹാവ് യു കോൺടാക്റ്റഡ് ദ എയർലൈൻ? അവരെ കോൺടാക്ട് ചെയ്തോ? ഹാവ് യു കോൺടാക്റ്റഡ് ദ എയർലൈൻ? അവിടെ വിത്ത് വേണ്ട കേട്ടോ, പ്രത്യേകം ഓർത്തോളൂ. അല്ലെങ്കിൽ നീ അവനെ കോൺടാക്ട് ചെയ്തോ എങ്ങനെ ചോദിക്കും? അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നീ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുക? ഡിഡ് അല്ലെ, ഡിഡ് വേണ്ടേ? അപ്പോൾ ഡിഡ് വെച്ച് തുടങ്ങാം. ഡിഡ് നീ അവനെ കോൺടാക്ട് ചെയ്തോ? നീ ഡിഡ് യു കോൺടാക്ട് ഹിം? അവിടെ കോൺടാക്ട് വിത്ത് ഹിം വേണ്ട. അടുത്തത് സീ യു ഓൺ നെക്സ്റ്റ് സൺഡേ. ഇതും കേൾക്കാറില്ലേ? അടുത്ത ഞായറാഴ്ച നമുക്ക് കാണാം. സീ യു ഓൺ നെക്സ്റ്റ് സൺഡേ. അതിൻ്റെ പ്രശ്നം എന്താ? അവിടെ ഓൺ വേണ്ട. സാധാരണ സീ യു ഓൺ സൺഡേ അത് കറക്റ്റാ, നിന്നെ ഞായറാഴ്ച കാണാം. പക്ഷെ അടുത്ത ഞായറാഴ്ച കാണാം, ആ നെക്സ്റ്റ് വരുമ്പോഴാണ് ആ പ്രശ്നം കേട്ടോ. അല്ലാതെ എപ്പോഴും നമുക്ക് ഓൺ ഒഴിവാക്കണ്ട. സീ യു നെക്സ്റ്റ് സൺഡേ അല്ലെങ്കിൽ സീ യു ഓൺ സൺഡേ. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നെക്സ്റ്റ്, അടുത്ത സൺഡേ അങ്ങനെയൊക്കെ പറയില്ലേ, നെക്സ്റ്റ്. അല്ലെങ്കിൽ ലാസ്റ്റ്, കഴിഞ്ഞു പോയ. ലാസ്റ്റ്, ദിസ്, ദാറ്റ്, വൺ, ഒരു സൺഡേ കണ്ടു, വൺ. എവ്രി സൺഡേ, എല്ലാ സൺഡേയും. ഈച്ച്, ഓരോ സൺഡേയും. അല്ലെങ്കിൽ സം, കുറച്ച് സൺഡേ. ഇപ്പം സൺഡേ മാത്രമല്ല, ഏത് ദിവസമാണെങ്കിലും ഈ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രപ്പോസിഷൻ ഉപയോഗിക്കരുത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് പറയാം. ട്രെയിനുകൾ എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും പുറപ്പെടും. എങ്ങനെ പറയും? ട്രെയിൻസ് ലീവ് ഇൻ എവറി 10 മിനിറ്റ്സ് വേണ്ട, അവിടെ ഇൻ വേണ്ട. ട്രെയിൻസ് ലീവ് എവറി 10 മിനിറ്റ്സ്. കാരണം എന്താ? ആ എവ്രി എന്ന് വന്നില്ലേ, ആ എവ്രി വന്നപ്പോൾ പിന്നെ അവിടെ പ്രപ്പോസിഷൻ വേണ്ട. ട്രെയിൻസ് ലീവ് എവറി 10 മിനിറ്റ്സ് കേട്ടോ. ഇനി അടുത്തത് അവെയിറ്റ് എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം അത് തന്നെയാണ് അവെയിറ്റിൻ്റെ അർത്ഥം. അവൻ്റെ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങനെ പറയും? ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടെസ്റ്റ് റിസൾട്ട്സ് അല്ലേ? അവൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടെസ്റ്റ് റിസൾട്ട്സ്. അത് അവെയിറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഹീ ഈസ് അവെയിറ്റിംഗ് ഹിസ് ടെസ്റ്റ് റിസൾട്ട്സ്. അവിടെ നമ്മൾ ഫോർ ഉപയോഗിക്കില്ല. ഒന്നില്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ അല്ലെങ്കിൽ അവെയിറ്റിംഗ് ഫോർ എന്ന് ഉപയോഗിക്കരുത് കേട്ടോ. അടുത്ത സെൻറ്റൻസ് പറയട്ടെ. ഈ കോഴ്സിൽ 2 മണിക്കൂർ ലെക്ചറും ഒരു പ്രാക്ടീസ് സെഷനും ഉണ്ടാവും. എങ്ങനെ പറയും? ദിസ് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് 2 hour lecture ആൻഡ് എ പ്രാക്ടീസ് സെഷൻ. അങ്ങനെ പറയാം. കംപ്രൈസ് എന്നൊരു വാക്കുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കൺസിസ്റ്റ് ഓഫ് തന്നെയാണ് കംപ്രൈസ്. അത് ഉപയോഗിക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ഓഫ് ഉപയോഗിക്കരുത്. ദ ലെസൺ കംപ്രൈസസ് എ 2 hour lecture ആൻഡ് പ്രാക്ടീസ് സെഷൻ. അപ്പോൾ അവിടെ കംപ്രൈസസ് എന്ന് പറയുമ്പോൾ ഓഫ് വേണ്ട, കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് വരാം. ഓക്കെ. ഇനി അടുത്തത് വളരെ കേട്ടിട്ടുണ്ട്. ദ ബേബി റിസംബിൾസ് ലൈക്ക് ഇറ്റ്സ് മദർ. കുട്ടി അതിൻ്റെ അമ്മേനെ പോലെയാണ് കാണാനുള്ളത്. അങ്ങനെ പറയാം. ഇതിനൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. ദ ബേബി ടേക്സ് ആഫ്റ്റർ ഇറ്റ്സ് മദർ. ഈ ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ പോലെ ഉണ്ട് കാണാൻ എന്നാണ് അർത്ഥം. റിസംബിൾസ് എന്നുള്ള അർത്ഥമാണ്. ലുക്സ് ആഫ്റ്റർ ആയിട്ട് കൺഫ്യൂഷൻ വരരുത്. ലുക്സ് ആഫ്റ്റർ സമ്മൺ എന്ന് വെച്ചാൽ ദ ബോയ് ലുക്സ് ആഫ്റ്റർ ഹിസ് ഡോഗ്. അവൻ്റെ നായിനെ അവൻ പരിപാലിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ലുക്സ് ആഫ്റ്റർ. ടേക്സ് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? റിസംബിൾ ചെയ്യാം, കാണാൻ ഒരുപോലെ ഉണ്ടാവുക. അച്ഛനമ്മമാരെ പോലെ കുട്ടികളുണ്ടാകുമ്പോൾ ദ കിഡ്സ് ടേക്ക് ആഫ്റ്റർ ദെയർ പേരൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ടേക്സ് ആഫ്റ്ററിന് പകരം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് റിസെമ്പിൾ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദ ബേബി റിസെമ്പിൾസ് ഇറ്റ്സ് മദർ മതി. റിസെമ്പിൾസ് ലൈക്ക് എന്ന് വേണ്ട. ദ ബേബി റിസെമ്പിൾസ് ഇറ്റ്സ് മദർ. എന്തുകൊണ്ടാണ് അവിടെ ഇറ്റ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ഇല്ലാത്ത? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതല്ല അത്. IT അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അതിന് ഷോർട്ടാണ്. അതിൻ്റെ എന്ന് പറയാൻ ITS അത് മാത്രം മതി കേട്ടോ. അടുത്ത ചോദ്യം, നീ ആരോടെ സംസാരിക്കണേ അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ പറയാ? സംസാരിക്കുക, ടോക്ക്. ഹൂ ആർ യു ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഹൂ ആർ യു ടോക്കിംഗ് ടു, അവിടെ ടു വേണം. ഹൂ ആർ യു ടോക്കിംഗ് ടു. അതിന് ഉത്തരം ഞാൻ എൻ്റെ അനിയനോട് സംസാരിക്കുക അങ്ങനെ പറയും. ഐ ആം ടോക്കിംഗ് ടു മൈ ബ്രദർ. അവിടെ ടു നിർബന്ധമാണ്. ഹൂ ആർ യു ടോക്കിംഗ് ടു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരോടെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐ ടെൽ ഹിം അല്ലെങ്കിൽ ഐ ടെൽ ഹെർ. ഐ ടെൽ ടു ഹിമും ടെൽ ടു ഹെർ ഒക്കെ തെറ്റാണ് കേട്ടോ. ടെൽ കഴിഞ്ഞിട്ട് ടു വേണ്ട. ഓക്കെ. ഞാൻ അവനോട് പറഞ്ഞു. അപ്പം എങ്ങനെ പറയാ? പറഞ്ഞു. ടെലിൻ്റെ പാസ്റ്റ് ടെൻസ് ടോൾഡ്. ഐ ടോൾഡ് ഹിം. ഐ ടോൾഡ് ടു ഹിം അല്ല, ഐ ടോൾഡ് ഹിം. ഐ ടോൾഡ് ഹിം നോട്ട് ടു പ്ലേ ദെയർ. അവനോട് ഞാൻ പറഞ്ഞത് അവിടെ കളിക്കരുതെന്ന്. ഐ ടോൾഡ് ഹിം. ഐ ടോൾഡ് ഹിം അല്ല കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഞാൻ അവൻ്റെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ പറയും. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് ആൻസർ. വെയിറ്റിംഗ് ഫോർ സംതിങ് അത് ഒരുമിച്ച് പഠിക്കണം.
ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് ആൻസർ. അവൻ്റെ ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് ആൻസർ. അല്ലെങ്കിൽ വി ആർ വെയിറ്റിംഗ് ഫോർ എ കാർ. ഒരു കാർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. വി ആർ വെയിറ്റിംഗ് എ കാർ എന്നല്ല പറയാ, വി ആർ വെയിറ്റിംഗ് ഫോർ എ കാർ. അപ്പോൾ വെയിറ്റിംഗ് ഫോർ സംതിങ് അത് ഒരുമിച്ച് പഠിച്ചു വെക്കണേ, എന്നാലേ അത് വായിൽ വരുള്ളൂ. വി ആർ വെയിറ്റിംഗ് ഫോർ എ കാർ, വി ആർ വെയിറ്റിംഗ് ഫോർ എൻ ഇമെയിൽ, വി ആർ വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ. അടുത്തത് ഇതും വളരെ കോമൺ ആയി കേൾക്കണം കേട്ടോ. ഞാൻ ശരിയാ നിങ്ങൾ പറയണത്, ഞാൻ യോജിക്കുന്നു. അതെങ്ങനെ പറയാ? ഐ ആം എഗ്രി. ഇത് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ ആം എഗ്രി തെറ്റാണ്, ഐ എഗ്രി. അപ്പോൾ എപ്പോഴാണ് ഈ ആം വരേണ്ടത്? ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവതിയാണ്. ഐ ആം എൻ ഇന്ത്യൻ, ഞാൻ ഇന്ത്യക്കാരനാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ നമ്മൾ ഐ ആം എന്ന് പറഞ്ഞിട്ട് പറയും. ഇതെന്താ പറയണത്? ഞാൻ ഓടാറുണ്ട് എന്നുള്ള അർത്ഥം ഐ റൺ. ഞാൻ പുഞ്ചിരിക്കാറുണ്ട്, ഐ സ്മൈൽ. ഞാൻ അവനെ കാണുമ്പോൾ അവനോട് ഞാൻ പുഞ്ചിരിക്കാറുണ്ട്, ഐ സ്മൈൽ അറ്റ് ഹിം. ഐ റൺ പോലെയാണ് ഞാൻ സമ്മതിക്കുക, അത് അങ്ങനത്തെ ഒരു വേർബ് അല്ലേ. അപ്പോൾ ഐ എഗ്രി മതി, ഐ ആം എഗ്രി വേണ്ട കേട്ടോ. അപ്പോൾ എഗ്രി എന്നുള്ളത് ആം ഇല്ലാണ്ട് വേണം പറയാൻ. ഏതോ ഒരു വീഡിയോയുടെ താഴെ എനിക്ക് കുറേ കമൻസ് വന്നിരുന്നു ഐ ആം എഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇനി തെറ്റിക്കരുതേ, ഐ എഗ്രി കേട്ടോ. അടുത്തത് ഞാൻ നടന്നിട്ടാണ് പോയത്. അതെങ്ങനെ പറയും? നടക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിൽ വരെ വാക്ക്, അതെനിക്കറിയാം അല്ലേ, വാക്ക്. അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോയത്, പോവുക, ഗോ, പോയി, വെൻറ്റ്. ഐ വെൻറ്റ് ബൈ വാക്ക് എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്, നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ഓർത്ത് വെക്കണ്ടേ, അങ്ങനെ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണിത്. ഐ വെൻറ്റ് ഓൺ ഫുട്ട്. നടന്നാണ് പോയതെന്ന് ഇങ്ങനെയാ പറയുക, ഐ വെൻറ്റ് ഓൺ ഫുട്ട്. ഇത് ചിലപ്പോൾ ഫുഡ് എന്ന് വായിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഫുട്ട് ആണ്, ചെറിയ ദീർഘമാണ്, ഫുട്ട്. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം, അവിടെ വലിയ ദീർഘമുണ്ട്, ഫുഡ്, ഭക്ഷണം, ഫുഡ്. പക്ഷേ കാല് ഫുട്ട്. ഓക്കെ, ഐ വെൻറ്റ് ഓൺ ഫുട്ട്. ഇനി വേറൊരെണ്ണം കണ്ടിട്ടുള്ളത്, ഞാനൊരു പുതിയ ഫോൺ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചു. അങ്ങനെ പറയും, ഐ ബോട്ട് മീ എ ന്യൂ ഫോൺ എന്ന് പറയാനൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. പെട്ടെന്ന് അതിൻ്റെ മിസ്റ്റേക്സ് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് നമ്മൾ ഐ ബോട്ട് മൈസെൽഫ് എ ന്യൂ ഫോൺ. ഞാൻ എനിക്ക് വേണ്ടി, ഐ ബോട്ട് മൈസെൽഫ് എ ന്യൂ ഫോൺ, അങ്ങനെയാണ് പറയാം. ഇപ്പോൾ എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് ഐ ബോട്ട് മീ ആണോ മൈസെൽഫ് ആണോ എന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയാണ് പറയാൻ അറിയോ? ഞാനൊരു ഫോൺ വാങ്ങിച്ചു, ഐ ബോട്ട് എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ആർക്കാന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആൾ ചോദിക്കും, ഓക്കെ അമ്മയ്ക്കാണോ? ഇസ് ഇറ്റ് ഫോർ യുവർ മദർ? നോ ഇറ്റ്സ് ഫോർ മീ. അത് എനിക്കാണ്, ഫോർ മീ. അപ്പോൾ നമ്മൾ പ്രെപ്പോസിഷൻസ് ടു, ഫോർ, വിത്ത് ഇതൊക്കെ കുറച്ച് കെയർഫുൾ ആവേണ്ട സ്ഥലങ്ങളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ലിസൺ ടു വേണം, വെയിറ്റിംഗ് ഫോർ വേണം, ഐ കോൺടാക്റ്റഡ് വിത്ത് വേണ്ട, ഐ കോൺടാക്ട് ആരെയാണ് ആ പേര് പറഞ്ഞാൽ മതി. ഐ കോൾഡ് ടു ഹിം വേണ്ട, ഐ കോൾഡ് ഹിം മതി. ഐ റീച്ച്ഡ് ടു ദ സ്റ്റേഷൻ വേണ്ട, ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ മതി. ഐ ആൻസേർഡ് ടു ഹിം വേണ്ട, ഐ ആൻസേർഡ് ഹിം മതി. ഐ ഡിസ്കസ്ഡ് അബൌട്ട് സംതിങ് വേണ്ട, ഐ ഡിസ്കസ്ഡ് സംതിങ് മതി. ഹി ടോൾഡ് ടു ഹിം വേണ്ട, ഹി ടോൾഡ് ഹിം മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ ഹോംവർക്ക് ആയിട്ട് ഒരു ചെറിയൊരു സന്ദർഭം തരാം. അതിൽ നിങ്ങൾ 3 സെൻറ്റൻസ് ഉണ്ട്, അത് ഉണ്ടാക്കുക. ഒരു സന്ദർഭത്തിൽ 3 സെൻറ്റൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു സന്ദർഭമാണ്. അതിൻ്റെ കറക്റ്റായ ആൻസേഴ്സ് കമൻസിൽ ചിന്തിച്ചിട്ടിടുക കേട്ടോ. ആദ്യത്തത് ഞാൻ ഫോണിൽ പറയാം. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ അവിടെ എത്തി. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ദെയർ കേട്ടോ. എത്തുക എന്ന് പറഞ്ഞാൽ റീച്ച്, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വെയിറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കണേ. അവൻ എന്നെ വിളിച്ചിരുന്നു. വിളിക്കുക എന്ന് പറഞ്ഞാൽ കോൾ. അവൻ എന്നെ വിളിച്ചിരുന്നു, അവൻ അവിടെ എത്തി. എത്തുക റീച്ച്, അവിടെ ദെയർ. ഇത് വെച്ചിട്ട് 3 സെൻറ്റൻസ് ഉണ്ടാക്കുക. ഈ കമൻസ് ഒന്നും അധികം റിപ്ലൈ ചെയ്യാൻ ഇപ്പോൾ അടുത്ത സമയം കിട്ടുന്നില്ല, ആകെ തിരക്കായി പോയി. പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കേണ്ടായിരുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു. നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.